നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ ഓണം മഹോത്സവം 2025 പ്രൗഢഗംഭീരം. വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ വിവിധങ്ങളായ ഇടപെടലിനാൽ നാം സന്തുഷ്ടരായിരിക്കണം. ഡോക്ടർ ജോർജ് ചെറിയാൻ. സ്നേഹ സങ്കീർത്തനം ഒക്ടോബർ 10 ഡാളസിൽ. ഇന്ത്യ പ്രസ് ക്ലബ് അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനം അനാർക്കിടെക്സ് ഗ്രൂപ്പ് ഇവന്റ് പാർട്ട്ണർ. IT കമ്പനികൾ H1B വിസ ദുരുപയോഗിച്ചു, തെളിവുകൾ ലഭിച്ചതായി വൈറ്റ് ഹൗസ്. വാർത്തകൾ വിശദമായി. വ്യക്തി ജീവിതങ്ങളിൽ ദൈവത്തിന്റെ വിവിധങ്ങളായ ഇടപെടലിനാൽ നാം സന്തുഷ്ടരായിരിക്കണം. ഡോക്ടർ ജോർജ് ചെറിയാൻ. യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിന്റെ ഈ വർഷത്തെ 38ാമത് പ്രതിവാര യോഗത്തിൽ വചന ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു വേദപണ്ഡിതന് മിഷൻസ് ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ജോർജ് ചെറിയാൻ. ദൈവത്തിൻ്റെ കൃപയാലും വാതിലുകൾ അടയ്ക്കപ്പെടുമ്പോഴും കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുന്നതിനാലും കർത്താവിനെ അടുത്തറിയുകയും ദൈവമഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യപ്പെടുന്ന അനുഭവങ്ങളായി പരിണമിക്കുന്നു. ഇതുമൂലം വ്യക്തിജീവിതങ്ങളും കുടുംബജീവിതവും തലമുറകളും സമൂഹവും അനുഗ്രഹിക്കപ്പെടുന്നു. യൂണിയൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ ഈ വർഷത്തെ 38ാമത് പ്രതിവാര യോഗത്തിൽ വചന ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു വേദപണ്ഡിതനും മിഷൻസ് ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ ജോർജ് ചെറിയാൻ. അനിയൻ ചാക്കച്ചേരി ആൻസി ദമ്പതികളുടെ ഭവനത്തിൽ കൂടിയ യോഗത്തിൽ മത്തായി കെ മത്തായി അധ്യക്ഷത വഹിച്ചു. റവറൻ ജേക്കബ് ജോർജിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയോടെ ആരംഭിച്ച യോഗത്തിൽ മാത്യു വർഗീസ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. റവറൻ ഫാദർ ജിജോമോൻ CM അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവച്ചു. ഡോക്ടർ ജോർജ് ചെറിയാൻ്റെ വചന ശുശ്രൂഷയെ തുടർന്ന് നിരവധി വിശ്വാസികൾ സാക്ഷ്യങ്ങൾ നിർവഹിച്ചു. സാറ, അന്ന എന്നിവർ മനോഹരമായ ഒരു ഇംഗ്ലീഷ് ഗാനം ആലപിച്ചു. ഡോക്ടർ EK മാത്യുവിൻ്റെ സമാപന പ്രാർത്ഥനയ്ക്ക് ശേഷം റവറൻ ജേക്കബ് ജോർജ് ആശീർവാദം നിർവഹിച്ചു. പ്രസിഡന്റ് മത്തായി കെ മത്തായി സ്വാഗതവും ട്രഷറർ PI വർഗീസ് നന്ദിയും അർപ്പിച്ചു. UCF ക്വയർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് മലയാളി. ടെന്നസിയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ കേരള അസോസിയേഷൻ ഓഫ് നാഷ്വിൽ സെപ്റ്റംബർ 13 സംഘടിപ്പിച്ച ഓണം മഹോത്സവം 2025 സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കൊണ്ടും അവതരണ മികവ് കൊണ്ടും പ്രൗഢഗംഭീരമായി. കാൻ വോളണ്ടിയർമാർ സ്വന്തമായി തയ്യാറാക്കിയ 24ഓളം വിഭവങ്ങൾ വാഴയിലയിൽ വിളമ്പിയ സ്വാദിഷ്ടമായ ഓണസദ്യയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് ചെണ്ടമേളത്തിൻ്റെയും താലപ്പൊലിയുടെയും പുലികളിയുടെയും അകമ്പടിയോടെ മഹാബലിയെ ഘോഷയാത്രയായി വരവേറ്റു. അതോടൊപ്പം കാനിൻ്റെ സ്വന്തം കലാകാരന്മാർ അതിമനോഹരമായി ചെണ്ടമേളവും വേദിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ നടനും മുൻ കേന്ദ്രമന്ത്രിയുമായ മുഖ്യാതിഥി ശ്രീ D നെപ്പോളിയൻ നിർവഹിച്ചു. കാൻ കഴിഞ്ഞ കാലയളവിൽ ടെന്നസി സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നടത്തിയ അമൂല്യമായ സംഭാവനകൾ മുൻനിർത്തി ടെന്നസി സ്റ്റേറ്റ് സെനറ്റ് സെപ്റ്റംബർ 13 കേരള ദിനമായി പ്രഖ്യാപിച്ചതിൻ്റെ വിളംബരം ബഹുമാനപ്പെട്ട ടെന്നസി സ്റ്റേറ്റ് അസംബ്ലി റെപ്രസെൻറ്റേറ്റീവ് ശ്രീ മൈക്ക് സ്പാർക്സ് നിർവഹിച്ചു. പ്രശസ്ത ദക്ഷിണേന്ത്യൻ സിനിമാ പിന്നണി ഗായികയായ ശ്രീമതി ലതാകൃഷ്ണയും സംസാരിച്ചു. മഹാബലിയും വിശിഷ്ടാതിഥികളും കാൻ ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയാണ് ഔപചാരികമായി പരിപാടികൾ ആരംഭിച്ചത്. കാൻ പ്രസിഡന്റ് ശ്രീ ഷിബു പിള്ള അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീ ശങ്കർ മന സ്വാഗതവും സെക്രട്ടറി ഡോക്ടർ സുശീല സോമരാജൻ നന്ദിയും രേഖപ്പെടുത്തി. കാനിലെ അംഗങ്ങളുടെ സർഗവാസനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസിദ്ധീകരിക്കുന്ന കാഞ്ചനത്തിൻ്റെ യൂത്ത് എഡിഷൻ യുവം മാസികയുടെ ഔദ്യോഗിക പ്രകാശനവും തദവസരത്തിൽ ശ്രീ D നെപ്പോളിയൻ നിർവഹിച്ചു. കുട്ടികളുടെയും യുവാക്കളുടെയും കൃതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടും കാനിൻ്റെ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ വിശദമായി പ്രതിപാദിച്ചുകൊണ്ടുമാണ് യുവം തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം കാനംഗങ്ങളുടെ മക്കൾക്കായി നൽകുന്ന അക്കാദമിക് സ്കോളർഷിപ്പുകളും വേദിയിൽ വച്ച് വിതരണം ചെയ്തു. തുടർന്ന് കാനിൻ്റെ സ്വന്തം കലാകാരന്മാർ പാട്ടുകൾ, നൃത്തനൃത്യങ്ങൾ, ഉപകരണ സംഗീതം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ വളരെ ആകർഷകമായി അവതരിപ്പിച്ചു. വനിതാ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച കേരളീയം പരിപാടിയും കാണികളുടെ പ്രശംസ പിടിച്ചുപറ്റി. അതോടൊപ്പം സിനിമാ പിന്നണി ഗായികയായ ശ്രീമതി ലതാകൃഷ്ണയും സംഘവും നയിച്ച അതിമനോഹരമായ സംഗീത വിരുന്നും അരങ്ങേറി. അംഗങ്ങളുടെ കൂട്ടായ്മയിൽ തയ്യാറാക്കിയ ഓണപ്പൂക്കളവും ആനയുടെ ഒത്ത രൂപത്തിലുള്ള ഫോട്ടോ ബൂത്ത്, ഊഞ്ഞാൽ എന്നിവയും ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ പ്രത്യേക ആകർഷണങ്ങളായിരുന്നു. ഓണസദ്യ ഒരുക്കുന്നതിന് ശ്രീ പറ്റമ്മൽ, ശ്രീ മനീഷ് രവികുമാർ എന്നിവരും, കലാപരിപാടികൾക്ക് ശ്രീ സന്ദീപ് ബാലൻ, ഡോക്ടർ ദീപാഞ്ജലി നായർ എന്നിവരും, രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾക്കായി ട്രഷറർ ശ്രീ
അനന്തലക്ഷ്മണനും ശ്രീ സുജിത് പിള്ളയും നേതൃത്വം നൽകി. ശ്രീ അനിൽ പാത്തിയേരി, ശ്രീ അശോകൻ വട്ടക്കാട്ടിൽ, ശ്രീമതി ഷാഹിന കോഴിശ്ശേരി, ശ്രീമതി സുമ ശിവപ്രസാദ്, ശ്രീ രാകേഷ് കൃഷ്ണൻ, ശ്രീ അനിൽ ഗോപാലകൃഷ്ണൻ, ശ്രീ ബിജു ജോസഫ്, ശ്രീ ബബ്ലു ചാക്കോ, ശ്രീ സാം ആൻഡോ, ശ്രീ മനോജ് രാജൻ, ശ്രീ അമൽ സാം, ശ്രീ തോമസ് വർഗീസ് തുടങ്ങിയ കാൻ ഭരണസമിതി അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ വിജയത്തിനായി അഹോരാത്രം പരിശ്രമിച്ച എല്ലാ വോളണ്ടിയർമാർക്കും സ്പോൺസർമാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ടാണ് ഓണം മഹോത്സവം 2025 തിരശ്ശീല വീണത്. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. സ്വർഗീയ സംഗീതത്തിന്റെ മാസ്മരികത ഉയർത്തിക്കൊണ്ട് ക്രിസ്തീയ ഗായകനും ഐഡിയ സ്റ്റാർ സിംഗർ താരവുമായ ഇമ്മാനുവൽ ഹെൻറിയും സംഘവും ഡാളസ് പട്ടണത്തിൽ ഈ സെപ്റ്റംബറിൽ സംഗീത സന്ധ്യയുമായി എത്തുകയാണ്. ഇമ്മാനുവൽ ഹെൻറിയോടൊപ്പം പ്രശസ്ത ഗായകരായ റോയ് പുത്തൂർ, മെറിൻ ഗ്രിഗറി, മരിയ കോലടി എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളിലെ പര്യടനത്തിനെത്തുന്നതിൻ്റെ ഭാഗമായാണ് സ്നേഹസങ്കീർത്തനം ടീം പ്രമുഖ സിറ്റിയായ ഡാലസിലും പരിപാടി സംഘടിപ്പിക്കുന്നത്. എസ്തബാൻ എൻ്റർടൈൻമെൻറ്റ് ആണ് സ്നേഹസങ്കീർത്തനം ഡാളസ് മെട്രോപ്ലെക്സിൽ എത്തിക്കുന്നത്. വളരെ മിതമായ നിരക്കിലാണ് ടിക്കറ്റുകൾ വിറ്റുവരുന്നത്. പരിപാടിയിൽ നിന്ന് ലഭിക്കുന്നതിൻ്റെ ഒരു ഭാഗം ഡാളസിലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള സ്കോട്ടിഷ് റൈറ്റ് ഫോർ ചിൽഡ്രൻ ഹോസ്പിറ്റൽ ചാരിറ്റി പ്രവർത്തനത്തിനായി ഉപയോഗിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 2025 ഒക്ടോബർ 10 വെള്ളിയാഴ്ച ഷാരൻ ഇവന്റ് സെന്ററിൽ വച്ച് വൈകിട്ട് 6:30 മുതൽ 9:30 വരെയാണ് ഈ ക്രിസ്തീയ ഗാനാഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത്. പരിപാടിയുടെ വിജയത്തിന് ഡാളസിലെ മലയാളി സമൂഹത്തിന്റെ പിന്തുണ സംഘാടകർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റിനും നിങ്ങളുടെ ബിസിനസ് സ്പോൺസർഷിപ്പുകൾക്കുമായി വിനോദ് കൊണ്ടൂർ, സ്റ്റാൻലി സ്റ്റീഫൻ, നീൽ തോമസ്, റോബി ജെയിംസ് എന്നിവരുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഒക്ടോബർ 9, 10, 11 തീയതികളിൽ ന്യൂജേഴ്സിയിലെ എഡിസൺ ഷെറാട്ടണിൽ വെച്ച് സംഘടിപ്പിക്കുന്ന 11ാമത് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അന്താരാഷ്ട്ര മാധ്യമ സമ്മേളനത്തിന് അന്നാകിടെക്സ് ഗ്രൂപ്പ് ഇവന്റ് പാർട്ട്ണർ അന്നാകിടെക്സ് ഗ്രൂപ്പ് CMD ബോബി M ജേക്കബ് വിശിഷ്ടാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുക്കും. 1968 ശ്രീ MC ജേക്കബ് ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അന്ന അലൂമിനിയം സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ അലൂമിനിയം വ്യവസായം പുനഃക്രമീകരിക്കാൻ തീരുമാനിച്ചതോടെയാണ് അന്ന ഗ്രൂപ്പ് ആരംഭിക്കുന്നത്. അതിവേഗം വിറ്റഴിക്കപ്പെടുന്ന പാത്രങ്ങൾ മുതൽ നിർമ്മാണ വ്യവസായത്തിനായുള്ള അനോഡൈസ്ഡ് അലൂമിനിയം എക്സ്ട്രൂഷനുകൾ, അലൂമിനിയം ഷീറ്റുകൾ വരെ എല്ലാ ഗാർഹിക വാണിജ്യ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഉൽപ്പന്നങ്ങളുടെ പൂർണ്ണ ശ്രേണി വാഗ്ദാനം ചെയ്യുന്നതിനായി അന്ന ഗ്രൂപ്പ് അതിൻ്റെ ചക്രവാളങ്ങൾ വികസിപ്പിച്ചു. തുണിത്തരങ്ങൾ, സമുദ്ര കയറ്റുമതി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആരോഗ്യ സംരക്ഷണ വ്യവസായങ്ങൾ എന്നിവയിലേക്ക് കടന്നുകൊണ്ട് പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിച്ചു. കിറ്റെക്സ് വസ്ത്രവിഭാഗം 2000 സ്ഥാപിതമായി. എല്ലാ പ്രായത്തിലുമുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ കിറ്റെക്സ് സ്കൂബി ഡേ സ്കൂൾ ബാഗുകൾ ഒരു ജനപ്രിയ ഉൽപ്പന്നമാണ്. കിറ്റെക്സിന് കീഴിലുള്ള മറ്റൊരു ജനപ്രിയ ഉൽപ്പന്ന നിരയാണ് ട്രാവൽ ഡേ ബാഗുകൾ. 1975 ആരംഭിച്ച സാറ സ്പൈസസ് ബ്രാൻഡഡ് കറി പൗഡറുകളും മസാലകളും സംസ്കരിച്ച് വിതരണം ചെയ്യുന്നു. 2018 അന്ന അലൂമിനിയം റൂഫിംഗ് ഷീറ്റുകൾ ആരംഭിച്ചു. പൈപ്പ് ലൈനിൽ കൂടുതൽ നൂതന പദ്ധതികളുണ്ട്. അന്ന ഗ്രൂപ്പിന് അത്യാധുനിക നിർമ്മാണ യൂണിറ്റുകൾ, വിശാലമായ റീറ്റെയിൽ ശൃംഖല, ലോകമെമ്പാടും എക്സ്ക്ലൂസീവ് ഷോറൂമുകളുടെ വിപുലമായ ശൃംഖല എന്നിവയുണ്ട്. 99% ശുദ്ധമായ അലുമിനിയം ഉൽപ്പന്നങ്ങളും ISI അംഗീകൃത ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് ഇന്ത്യ, യൂറോപ്പ്, ഓസ്ട്രേലിയ, ആഫ്രിക്ക, US, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ വിശ്വസ്തരായ ഉപഭോക്തൃ അടിത്തറ അന്ന ഗ്രൂപ്പ് നേടിയിട്ടുണ്ട്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ, മാധ്യമ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുമെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ, സെക്രട്ടറി ഷിജോ പൗലോസ്, ട്രഷറർ വിശാഖ് ചെറിയാൻ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളത്ത്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്ങുന്നം, കോൺഫറൻസ് ചെയർമാൻ സജി എബ്രഹാം, ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ഷോളി കുമ്പളുവേലി എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. സമ്മേളനത്തിലേക്ക് ഏവർക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. H-1B വിസ അപേക്ഷകർക്ക് $1,00,000 ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ച് വൈറ്റ് ഹൗസ്.
വിസ അപേക്ഷകളുടെ മറവിൽ IT കമ്പനികൾ വലിയ രീതിയിൽ US പൗരന്മാർക്കിടയിൽ തൊഴിലില്ലായ്മ സൃഷ്ടിക്കുകയാണെന്നും വൈറ്റ് ഹൗസ് ആരോപിച്ചു. ഇതിനാവശ്യമായ തെളിവുകളും വൈറ്റ് ഹൗസ് പുറത്തുവിട്ടു. സ്വകാര്യ IT കമ്പനികളുടെ വിസ കണക്കുകളാണ് വൈറ്റ് ഹൗസ് പുറത്തുവിട്ടത്. ഒരു കമ്പനിക്ക് 5189 H-1B വിസകളാണ് ലഭിച്ചത്. പിന്നീട് 16,000 അമേരിക്കൻ പൗരന്മാരെ കമ്പനി പിരിച്ചുവിട്ടു. വൈറ്റ് ഹൗസ് പ്രസ്താവനയിൽ പറഞ്ഞു, ട്രംപിന്റെ നീക്കത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വസ്തുതാപത്രവും വൈറ്റ് ഹൗസ് പുറത്തിറക്കി. US തൊഴിലാളികൾക്ക് പകരം കുറഞ്ഞ ശമ്പളമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുകയാണെന്നും വൈറ്റ് ഹൗസ് ആശങ്ക പങ്കുവച്ചു. 2003 സാമ്പത്തിക വർഷത്തിൽ H-1B വിസയുള്ള IT തൊഴിലാളികളുടെ എണ്ണം 32% സമീപ വർഷങ്ങളിൽ അത് 65%-ലധികമായി ഉയർന്നുവെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി. ഇതോടെ പ്രവാസി ചാനൽ eMalayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.